ഒരുപാട് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഓർഗനൈസിങ് വീഡിയോ ആണ്. ലൈക്ക് നമ്മളിപ്പം ഇപ്പം ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുകയല്ലേ, ആ സ്റ്റഡി ടേബിളൊക്കെ നന്നായിട്ട് എങ്ങനെ ഓർഗനൈസ് ചെയ്യാന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. 2 ദിവസം എനിക്ക് കണ്ടന്റ് കിട്ടിയില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു സ്ഥലം വരെയൊക്കെ പോയേക്കുമായിരുന്നു. അതുകൊണ്ടായിരുന്നു 2 ദിവസം നമുക്ക് വീഡിയോ ഇല്ലാഞ്ഞത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരുപാട് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇന്നലെയാണ് ഇൻട്രോ ഷൂട്ട് ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റഡി ടേബിൾ ഓർഗനൈസിങ് ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്കങ്ങനെ ഒത്തിരി ടിപ്സ് ഒന്നും അറിയത്തില്ല, ഞാൻ ചെയ്യുന്നതൊന്ന് ഷെയർ ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ വന്നിട്ട് എൻ്റെ ഹോം തിയേറ്റർ, എൻ്റെ അല്ല, ഇവിടുത്തെ ഹോം തിയേറ്റർ ആണ്. ഇത് നേരത്തായിരുന്നു വെച്ചിട്ടുള്ളത്, മീൻസ് ഒരു ടേബിൾ വെച്ചിട്ടായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം സ്റ്റഡി ടേബിളിലാണ്. പിന്നെ എൻ്റെ ടോപ്പിൽ വന്നിട്ട് ടോപ്പ് കാണാമോ, ഇവിടെ വന്നിട്ട് 2 ദേവിമാരുടെ ഫോട്ടോ ഉണ്ട്. ഇത് എനിക്ക് അരങ്ങേറ്റത്തിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഞങ്ങളുടെ ഇത് കാർ മേടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഫാമിലി ഫോട്ടോ, ഇത് കാണാമല്ല, മാതാവിൻ്റെ ഫോട്ടോ. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നെയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ചുമ്മാ പേപ്പർ ഗ്ലാസും ഒരു ഫാബ്രിക് പെയിന്റും, പിന്നെ ഇതിനൊരു സ്പീക്കറും അവിടെ ഇരിപ്പുണ്ട്. അത്രയും തന്നെയുള്ളൂ ഇവിടെ. ഇനി നമുക്ക് ഇങ്ങോട്ട് കാണാം. ഇങ്ങോട്ട് കാണിക്കൂ. ഇവിടെ വന്നിട്ട് ഇത് ഞാനിപ്പോൾ കറണ്ടായിട്ട് യൂസ് ചെയ്യുന്ന ബുക്കുകളാണ് കേട്ടോ. ഇതെല്ലാം വന്നിട്ട്, പിന്നെ ഇത് വന്നിട്ട് കുഞ്ഞു കാശിയുടെ എൻ്റെ ബുക്ക്. ഇത് മാധവൻ്റെ ബുക്ക്, കുറച്ച് പ്രോജക്റ്റ് ബുക്കും പിന്നെ ഞാൻ ഉണ്ടാക്കിയ ബുക്കും ഒക്കെയാണ് കേട്ടോ. കുഞ്ഞു ബുക്സുകൾ ഇല്ലേ. പിന്നെ അവിടെ എൻ്റെ വളയിടുന്നുണ്ട്. അത്രയും തന്നെ ഉള്ളൂ അവിടെ. ഇത് വന്നിട്ട് നിന്റെ മുഖം കാണുന്നില്ല കേട്ടോ. മിണ്ടല്ലേ. ഇത് വന്നിട്ട് എൻ്റെ സ്കെച്ച് പെൻസും കാര്യങ്ങളും ഒക്കെയാണ്. കണ്ടോ, ഇതാണ് സ്കെച്ച് പെൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വെക്കുന്നത്. അതിവിടെ ഇരിക്കട്ടെ. ഇവിടെ വന്നിട്ട് പെൻസിൽ സ്കെയിലും അതാണ് ഇതിനകത്ത്. പിന്നെ എൻ്റെ കണ്ണാടി, എനിക്കിപ്പോൾ ഫോണിൽ നോക്കുന്നതാണ് കേട്ടോ. ഇത് പ്ലെയിൻ ഗ്ലാസ് ആണ്, പവറൊന്നുമില്ല. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ആൻറ്റി അല്ല, അമ്മയുടെ ഫ്രണ്ടാണ്. അപ്പോൾ ആൻറ്റി ആണെങ്കിൽ കാശിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോയും ഉണ്ട് ഇതിൽ. അതാണ് അത് വന്നിട്ട് ഫാമിലി. ഇത് വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എന്താണ് ഇതുണ്ടല്ലോ, ഇവിടെയുള്ള എല്ലാ പേപ്പർ ഗ്ലാസ്സും ഇതുപോലത്തെ ഇങ്ങനെ ഇതുപോലത്തെ പിക്ചേഴ്സ് ഉള്ളതാണ് എല്ലാം. അപ്പോൾ ഞാൻ ഓർത്തത് ഇനി പെയിൻറ് അടിക്കണം, എൻ്റെ പെയിൻറ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഒരെണ്ണം കണ്ട് ഇങ്ങനെ പ്ലെയിൻ ഗ്ലാസ് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് ഇങ്ങനെ ഒരു കണ്ണും മൂക്കൊക്കെ വരച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ വന്നിട്ട് ഇനി എന്നെ കാണിക്കണ്ടായിരുന്നു, ഇത് കാണിക്കും. ഇവിടെ വന്നിട്ടേ ഇവിടുന്ന് കൈ മാറ്റിക്ക്. ഓക്കെ, ഇവിടെ അച്ഛൻ്റെ ഫോണിൻ്റെ കവർ ഇരിപ്പുണ്ട്. അവിടെ ചുമ്മാ ബുഷും റബ്ബറും പെൻസിലും എന്തോ ഒരു മരുന്നും ഗ്ലാസ്സും ഒക്കെ ഇരിപ്പുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു പെൻ സ്റ്റാൻഡാണ് കേട്ടോ. ഞാൻ 2 കോയിൻ ഇട്ട് വെച്ചിരുന്നേ ഉള്ളൂ. അവിടെ ഇത് നമ്മുടെ ഫാബ്രിക് പെയിൻ്റെ പെട്ടിയില്ലേ, അത് ഞാൻ ക്ലീൻ ചെയ്ത് 2 പെബിൾസ് ഇട്ട് വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് എൻ്റെ ടു ഡു ബുക്കാണ്. ഇത് വെറുതെ ഒരു ബുക്ക് എന്താണ് വെറുതെ ഞാൻ എഴുതുന്ന, അതായത് നെക്സ്റ്റ് ഡേ എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ബുക്ക്. ഉണ്ടാക്കിയതല്ല, ഒരു ഡയറിയാണ്. ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ വെച്ചതേ ഉള്ളൂ ഇവിടെ. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ. ഇത് ഡിസംബർ പ്ലാനർ പോലെ ഡിസംബറിൽ എഴുതി, ഡിസംബറിൻ്റെ കലണ്ടർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ടു ഡു തിങ്സ് 3-4 ദിവസമായിട്ട് 2 ദിവസം എങ്ങാണ്ടായി എഴുതിയിട്ട് അതുണ്ട്. പിന്നെ എനിക്കൊരു ടൈം ടേബിളും, പിന്നെ ഇത് പഠിക്കാനൊക്കെ എഴുതുന്നതാണ്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ വന്നിട്ട് ഇത് ടോർച്ച് ലൈറ്റ് ആയതുകൊണ്ടേ അത്രയ്ക്കും ക്ലാരിറ്റി കാണില്ല. ഇവിടെ വന്നിട്ട് ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളും ആണ് കേട്ടോ ഇരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്സ് ആണ്. പിന്നെ കാശിയുടെ 2 റൈറ്റിംഗ് ബുക്കും ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കുഞ്ഞു ബുക്സ്, സ്മോൾ ബുക്സ് യൂഷ്വലി യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം ഇതുപോലത്തെ വലിയ ബുക്കുകളായതുകൊണ്ട് കുഞ്ഞു ബുക്സ് വേണ്ട. സോ ഇതെല്ലാം കാശിനാണ്. പിന്നെ കുഞ്ഞു പ്രൊജക്ട് ബുക്ക് തന്നെയൊക്കെ മതി, കുഞ്ഞു ബുക്കുകൾ. ഇത് വന്നിട്ടൊരു ഡിക്ഷണറി ആണ് കേട്ടോ. നിങ്ങളെപ്പോൾ സ്റ്റഡി ടേബിളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു മോളത്തത് എപ്പോഴും എന്താ പറയുക ഗിഫ്റ്റും നിങ്ങൾ ചെയ്ത ആർട്ടുകളും അതൊക്കെ വെക്കാൻ യൂസ് ചെയ്യാം കേട്ടോ. അടുത്തത് നമ്മൾ ഈ ഡ്രോയർ കാണിക്കും. ഈ ഡ്രോയറാണ് കേട്ടോ പരിചയപ്പെടുത്തി. ഇതിനകത്ത് വലുതായിട്ടൊന്നും ഇല്ല. ഇത് വന്നിട്ട് ഞാൻ കുറേ അംബിഷൻസും കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. ഇത് വന്നിട്ട് എൻ്റെ ക്രാഫ്റ്റ് ബോക്സ് എന്നൊക്കെ അറിയപ്പെടുമെങ്കിലും ഇതിനകത്ത് പ്രത്യേകിച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല.
3-4 ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയതേ ഉള്ളൂ. അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ പേപ്പർ ഗ്ലാസ് വെട്ടി ഒരു പൂ പോലെ ഉണ്ടാക്കിയതാണ്. കുഞ്ഞു കുഞ്ഞു ഇതിൽ വെട്ടിയിട്ട് അത് എൻ്റെ പൂ. ഇത് കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് തന്നെ റിപ്പീറ്റഡ് 2 അങ്ങനെ 4 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയതുണ്ട്. പിന്നെ ഒരു ഡബിൾസ്. ഇത് ക്രാഫ്റ്റ് ഐറ്റംസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളൊന്നും അല്ല. ഇത് ചുമ്മാ ഓരോന്നൊക്കെ കിട്ടുമ്പോൾ ഒരു രസമല്ലേ. ഇത് ഏതോ 2 കുരുകൾ നമ്മളിങ്ങനെ ഐലൈനറിൻ്റെ എന്നൊക്കെ കിട്ടത്തില്ല അത്. പിന്നെ ഇതെനിക്ക് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ പെയിൻറ്റ് മേടിച്ചില്ല. അപ്പം അതാണ് ഈ ബോക്സിലുള്ളത്. ഓക്കെ, ഇങ്ങോട്ട് വരൂ. ഇനി ഇതിൻ്റെ മേളിലിരിക്കുന്ന ഈ ബോക്സ്, ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ബോക്സാണ് കേട്ടോ. കാരണം ഇതെനിക്ക് കാശ് ഗിഫ്റ്റ് ചെയ്തതാണ്. അവൻ്റെ പൈസ വെച്ചിട്ട് തന്നെ അവനിങ്ങനെ എന്താ പറയുക, കുറച്ച് സേവ് ചെയ്ത് വെച്ച് എനിക്ക് മേടിച്ചത് ഗിഫ്റ്റാണ്. ഇതിന് മുമ്പ് ഒരു മേക്കപ്പ് സെറ്റൊക്കെ കണ്ട് മേടിച്ചു തന്നു. അപ്പോൾ അതാണ്. ഇതിൻ്റെ കവറൊക്കെ പൊട്ടിച്ചു കേട്ടോ. ഒരു വാച്ച്. ഇതാ ഈ ഒരു വാച്ച് കാണാമോ? ലൈറ്റ് ഉള്ളതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ വാച്ചാണ് കേട്ടോ അവനേക്ക് മേടിച്ചതൊരു വൈറ്റ്. ഇതിന് പല കളേഴ്സും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇവൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണെന്ന്. നല്ല വാച്ച്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അതാണ് വാച്ച്. ഇതിൻ്റെ കവർ അങ്ങോട്ട് പോയി. ഓക്കെ, നമുക്കിതിങ്ങനെ തന്നെ വെച്ചേക്കാം. എനിക്ക് ആ സ്ക്രാച്ച് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കവറിൽ തന്നെ ഇട്ട് വെച്ചത്. അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, യൂസ് ചെയ്യണം. ഇത് ഇനി അടുത്തത് ഇതിനകത്ത് വന്നിട്ട് കുറച്ച് താഴ്ത്തി കാണിക്കും. ഇത് എൻ്റെ വാച്ചാണ് കേട്ടോ. ഇത് അമ്മ മേടിച്ചെന്ന വാച്ചാണ്. ഇത് ചെളിയായി, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഒരു ടൈമെക്സ് നല്ല സൂപ്പർ വാച്ചാണ്. എൻ്റെ എപ്പോഴും ഫേവറേറ്റാണ്. ഇപ്പം അവൻ മേടിച്ചെന്നുകൊണ്ട് മറ്റേതാണ് കറണ്ട് ഫേവറേറ്റ്. ബട്ട് ഇതും ഇഷ്ടമാണ്. ഇത് വെള്ള ആയതുകൊണ്ട് ചെളി പിടിക്കും. മറ്റേത് വെള്ള ആണെങ്കിലും ചെളി പിടിക്കുന്ന ടൈപ്പല്ല. നമുക്കിത് തുടച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ബട്ട് ഇത് അങ്ങനെയല്ല കേട്ടോ. അവിടെ ഇത് സ്ട്രാപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇവിടെ അമ്മയുടെ ഒരു വാലറ്റും എൻ്റെ ഒരു പൗച്ചും ഇരിപ്പുണ്ട്. അത്ര എന്തായാലും ഇവിടെ ഉള്ളൂ. പിന്നെ ഇപ്പുറത്തായിട്ട് തുണിയാണ്, അത് ഞാൻ കാണിക്കുന്നില്ല. അത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്കുക. പിന്നെന്താണ്, അപ്പോൾ ബൈ.